താങ്കൾ പറയൂ. സ്ട്രെയിറ്റ് ക്വസ്റ്റ്യനാ. മെമ്മോറാണ്ടത്തിലെ ചെലവിന്റെ എസ്റ്റിമേറ്റ് അല്ലേ? അല്ലല്ല. പിന്നെന്താ പറയൂ. ആ 75,000 രൂപ ഉത്തരം പറയാം. പറയൂ. ചെലവിന്റെ കണക്കല്ല സാർ. ഞാൻ ചെലവിന്റെ കണക്കല്ല സാർ. ചെലവിന്റെ കണക്ക് കളക്ടറേറ്റ്. ഞാൻ പറയാത്തത് എന്റെ വായിൽ തിരികുന്നത് എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. 50 കോടി രൂപ ഗ്രൗണ്ടിൽ പോയി കാർഷിക നഷ്ടം കണക്കാക്കിയിട്ടില്ല. ഉദ്ദേശം എഴുതി വെച്ചതാ. അതിനല്ലേ എസ്റ്റിമേറ്റ് എഴുതി വെച്ചാൽ അവിടെ എസ്റ്റിമേറ്റ് എടുത്തിട്ടില്ല. ദയവായി മനസ്സിലാക്കൂ. ദയവായി ഒന്ന് പറയട്ടെ സാർ. 90 ദിവസം വരാവുന്ന ചെലവ് കണക്കാക്കി ഒരു ഉദ്ദേശം തുക എഴുതി കൊടുക്കാൻ കേന്ദ്രം പറഞ്ഞു. അതിന്റെ പേരെന്താ? 90 ദിവസം ചെലവഴിക്കാവുന്ന തുകകളെല്ലാം കൂടെ കൂട്ടി ഉദ്ദേശം എഴുതി കൊടുക്കാൻ കേന്ദ്രം പറഞ്ഞു. അതിന്റെ പേരെന്താ? ആ കണക്ക് ഉദ്ദേശം അവർ എഴുതി കൊടുക്കുന്ന ഒരു ഭാഗത്ത്, കളക്ടറേറ്റിൽ നടക്കുന്ന പ്രവർത്തനം വേറൊരു കാര്യം. ഇത് രണ്ടും രണ്ടാണ്. ഒരു പിഴവുമില്ല. നിങ്ങൾ തിരുത്തിയിട്ടില്ല. എല്ലാ ബഹുമാനത്തോടും കൂടി അല്ലല്ല അതങ്ങ് തുടങ്ങി അവസാനിപ്പിക്കട്ടെ. അല്ല, അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം ആ വിഷയത്തിൽ ഞാനൊരു നിലപാടെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ചാനൽ നിലപാടെടുത്തിട്ടുണ്ട്. അത് എന്റെ ഫ്ലോറിൽ വന്നിരുന്ന അങ്ങനെയല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ടാണെന്നേ. ബഹുമാനപ്പെട്ട അരുൺകുമാറിനെ പോലെ വിസ്തൃതനായ ഒരു മാധ്യമ പ്രവർത്തകൻ. ഞാൻ വിസ്തൃതനൊന്നുമല്ല അരുൺകുമാർ. അത് അങ്ങയുടെ സ്ഥിരം പരിപാടിയാണ്. എന്നെ പുകഴ്ത്തിയതുകൊണ്ടോ എന്നെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞതുകൊണ്ടോ എന്റെ ചാനലിലോ ഞങ്ങളോ എഡിറ്റോറിയൽ പോളിസി അങ്ങേക്ക് ഇല്ല. അപ്പൊ പിണറായി വിജയനെ കുറിച്ച് എനിക്ക് കഴിയില്ലല്ലോ. അതേപോലെ ഇല്ലില്ല. അഡ്വക്കേറ്റ് അനിൽകുമാർ അങ്ങ് ദയവ് ചെയ്ത് അതിൽ നിന്ന് പിന്തിരിഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ പറയട്ടെ. ആ ചോദ്യത്തിലേക്ക് നിങ്ങളെ കുറിച്ചുള്ള ബഹുമാനം പിൻവലിച്ചു. സർക്കാർ ചെലവ് കണക്ക് പുറത്തുവിട്ടു നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സർക്കാരിന്റെ ചെലവ് കണക്കുണ്ടോ? എസ്റ്റിമേറ്റ് കണക്കുകൾ ഞങ്ങളുടെ ഇതേവരെ കിട്ടാത്ത സർക്കാർ ചെലവ് കണക്ക് പുറത്തുവിട്ടു. എസ്റ്റിമേറ്റ് കണക്കുകളാണ്. അല്ലല്ല, ഒരു കണക്കില്ല. കണക്കല്ല പുറത്തുവിട്ടത്. നിങ്ങൾക്ക് തെറ്റിയത്. എന്താണ് എസ്റ്റിമേറ്റ് കണക്കല്ല. എസ്റ്റിമേറ്റ് കണക്കുന്നൊരു കണക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ തന്നെ അതിന്റെ തർക്കം. എന്താണ് അവിടെ തന്നെ അതിന്റെ തർക്കം. ദയവായി മനസ്സിലാക്കൂ. ഞാൻ പറയട്ടെ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. രണ്ടും രണ്ടാണ്. ഒന്നാമത്തെ കാര്യം പറയാം. ദയവായി കേൾക്കൂ. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്. ഞാൻ കൊണ്ടിട്ടേ പോകും. നിങ്ങൾ തെറ്റായി പറയുന്നത്. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ തെറ്റു പറയുന്നു. എന്താ തെറ്റു പറഞ്ഞു? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ബ്രേക്ക് ചെയ്തത് വയനാട്ടിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്തത് വയനാട് ദുരിതാശ്വാസ ചെലവേ കണക്കല്ല. കളക്ടറേറ്റിൽ ദുരിതാശ്വാസത്തിനുണ്ടായ ചെലവിന്റെ കണക്കല്ല. ദുരിതാശ്വാസത്തിന്റെ കണക്കാണെന്ന് ഞാൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് കൊടുത്ത മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റിന്റെ കണക്കാണ്. എസ്റ്റിമേറ്റിന്റെ കണക്കാണോ? എസ്റ്റിമേറ്റിന്റെ കണക്കല്ല. നോ, അവിടെ തെറ്റി. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. ഇതെന്നാ എസ്റ്റിമേറ്റ് കൊടുക്കുന്നത്, മെമ്മോറാണ്ടം കൊടുക്കുന്നത് എന്നാണ് കേൾക്കുക? അല്ല, അങ്ങനെ തന്നെ തുടങ്ങി വെച്ചാണല്ലോ. നമുക്ക് ചർച്ച ചെയ്യാം. എന്നാ ഈ മെമ്മോറാണ്ടം കൊടുക്കുന്നത് മനസ്സിലാക്കുക. ദയവായി ഞാൻ ആ വിഷയത്തിലേക്ക് അല്ലല്ല അഡ്വക്കേറ്റ് അനിൽകുമാർ, ഈ മെമ്മോറാണ്ടം സമർപ്പിക്കുന്നത് എന്നാണ്? അതൊന്നും എനിക്കറിയാൻ മേല. എനിക്ക് ആ വിഷയത്തിൽ അധിക സമയം നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. നമുക്ക് മറ്റൊരു സമയം ആ വിഷയം ചർച്ച ചെയ്യാം. എനിക്ക് ശ്രീജിത്തിലേക്ക് ഒന്ന് പോകണം. ശ്രീജിത്ത്, അപ്പോൾ നിങ്ങൾ ഈ കളവിൽ നിൽക്കുകയാണ്. കളവിൽ നിന്നോളൂ. അവകാശമുണ്ട്. ഏത് കളവ് അനിൽകുമാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവ്? മെമ്മോറാണ്ടത്തിന്റെ പറഞ്ഞത് അല്ല, എന്നെ പറയാൻ അനുവദിക്കുക. അല്ല, മെമ്മോറാണ്ടത്തിന്റെ എസ്റ്റിമേറ്റ് അല്ലേ പറഞ്ഞത്? അല്ല, ഞാൻ പറയാം. ഞാൻ സംഭവം പറയാം. അല്ലല്ല, സംഭവം പിന്നീട് പറഞ്ഞാൽ മതി. മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റ് ഒരു വാചകം ഞാൻ പറയുന്നുള്ളൂ. മെമ്മോറാണ്ടത്തിലെ ഞാൻ പറയുന്നത് എന്താന്ന് കേൾക്കൂ. അല്ല, ഒറ്റ വാചകം പറഞ്ഞാൽ മതി. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഞാൻ പറയട്ടെ സാർ. നിങ്ങൾ എന്താണ് പറയാൻ സമ്മതിക്കാത്തത്? 30-ാം തീയതി ദുരന്തം ഉണ്ടായ ഉടനെ ആരും എസ്റ്റിമേറ്റ് എടുത്തിട്ടില്ല. ഒരു എസ്റ്റിമേറ്റും ഇല്ലാതെയാണ് അവിടെ ചെലവെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ നടന്ന ചെലവിന്റെ ഒരു കണക്കും ഇതുവരെ എവിടെയും പുറത്തു വിട്ടിട്ടില്ല. വയനാട്ടിൽ നടക്കുന്ന മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റ് നന്നായിട്ട് അറിയായിരുന്നു ഈ ചോദ്യം. അത് വിട്. ചെലവിന്റെ കണക്കല്ല സാർ. ചെലവിന്റെ കണക്കല്ല സാർ. ചിലവിന്റെ കണക്ക് കളക്ടറേറ്റ്. ഞാൻ പറയാത്തത് എന്റെ വായിൽ തിരികുന്നത്. താങ്കൾ പറയൂ. സ്ട്രെയിറ്റ് ക്വസ്റ്റ്യനാ. മെമ്മോറാണ്ടത്തിലെ ചെലവിന്റെ എസ്റ്റിമേറ്റ് അല്ലേ? അല്ലല്ല. പിന്നെന്താ പറയൂ. ആ 75,000 രൂപ ഉത്തരം പറയാം. പറയൂ. അതായത് മറ്റേ ഇതല്ലടാ, ഇത് 50 കോടി രൂപ അവിടുത്തെ കാർഷിക നഷ്ടങ്ങൾക്ക് കണക്കാക്കി. 50 കോടി രൂപ ഗ്രൗണ്ടിൽ പോയി കാർഷിക നഷ്ടം കണക്കാക്കിയിട്ടില്ല. ഉദ്ദേശം എഴുതി വെച്ചതാ.
അതിനെയല്ലേ ഒരു പാലത്തിന് estimate എന്ന് 2 നമ്മൾ കോടി പറയുന്നത്? എഴുതി വെച്ചാൽ അവിടെ എസ്റ്റിമേറ്റ് എടുത്തിട്ടില്ല. ദയവായി മനസ്സിലാക്കൂ, ദയവായി ഒന്ന് പറയട്ടെ സാർ. 90 ദിവസം വരാവുന്ന ചെലവ് കണക്കാക്കി ഒരു ഉദ്ദേശം തുക എഴുതി കൊടുക്കാൻ കേന്ദ്രം പറഞ്ഞു. അതിന്റെ പേരെന്താ? 90 ദിവസം ചെലവഴിക്കാവുന്ന തുകകളെല്ലാം കൂടെ കൂട്ടി ഉദ്ദേശം എഴുതി കൊടുക്കാൻ കേന്ദ്രം പറഞ്ഞു. അതിന്റെ പേരെന്താ? ആ കണക്ക് ഉദ്ദേശം അവർ എഴുതി കൊടുക്കുന്ന ഒരു ഭാഗത്ത്, അതിന്റെ പേരെന്താ? കളക്ടറേറ്റിൽ നടക്കുന്ന അതല്ലേ പ്രവർത്തനം estimate? വേറൊരു കാര്യം. ഇത് രണ്ടും രണ്ടാണ്. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്ത ദ്രോഹം, നിങ്ങൾ ചെയ്ത നോക്കൂ, ദ്രോഹം കുമാർ, താങ്കൾക്ക് കളക്ടറേറ്റിൽ നടക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കാം. ചെലവാണ് താങ്കൾക്ക് എന്ന കള്ളക്കഥ പറഞ്ഞുകൊണ്ടിരിക്കാം. പറഞ്ഞു. അത് പ്രേക്ഷകർ കാണുന്നുണ്ട്. ഇത് മെമ്മോറാണ്ടത്തിൽ കൊടുത്തിരിക്കുന്നത് എസ്റ്റിമേറ്റ് ആണെന്നും ആ കേൾക്കുന്നുണ്ടല്ലോ. എസ്റ്റിമേറ്റിന്റെ മെമ്മോറാണ്ടം എന്ന് പറഞ്ഞത് നിവേദനമല്ലേ? അത് എക്സ്പെൻഡിച്ചർ നിവേദനമല്ലേ? അത് ചെലവിന്റെ കണക്കല്ലെന്ന്. ഇനി നോക്കൂ, അത് ചെലവിന്റെ കണക്കല്ല. ആവർത്തിച്ചു പറഞ്ഞാലും അത് മെമ്മോറാണ്ടത്തിൽ ചെലവിന്റെ കണക്കല്ല സാർ. ഇനിയും നിങ്ങളത് എക്സ്പെൻഡിച്ചർ അല്ല. ഇനി